Hi all, welcome to once. So in today's session, we'll be discussing the concept of resistance. Okay, resistance endana? It is simply the opposition to flow of current. Okay, അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസിന്റെ ബേസിക് ഫോർമുല അറിയാം. ഓക്കെ, അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ the resistance of a material 2 meter long and 2 meter square in area of cross section is 1.6 into 10 raised to minus 8 ohm. The specific resistance will be, okay, so question la ഒരു മെറ്റീരിയലിന്റെ ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും തന്നിട്ടുണ്ട്, ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. ഓക്കെ, ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്പെസിഫിക് റെസിസ്റ്റൻസ് തന്നെയാണ് എന്ത്? റെസിസ്റ്റിവിറ്റി, റോ. ഓക്കെ, സോ നമുക്ക് ബേസിക് ഫോർമുല അറിയാം, ആർ ഈക്വൽ ടു റോ L by A, where R is the resistance of the material, rho is the resistivity of the material or specific resistance of the material, L is the length and A is the area of cross section. So given എന്തൊക്കെയാണ് തന്നിട്ടുള്ള എന്താ? R is equal to 1.6 into 10 raised to minus 8 ohms, L is 2 meter and area of cross section A is 2 meter square. Direct substitution ആണ്. So from the formula R equal to rho L by A, rho is equal to R into A by L, right? R into A by L. R is 1.6 into 10 raised to minus 8. Area of cross section is 2 meter square. Okay, this is ohm, this is meter square, and length of the material is 2 meter. Okay, so on calculating this, you will get the answer as in the gita 1.6 into 10 raised to minus 8. 2 cancel ചെയ്യും and unit will be എന്താ? ഓം ഇവിടെ ഉണ്ട്, മീറ്റർ സ്ക്വയറും മീറ്ററും ഉണ്ട്, അപ്പോൾ ഒരു മീറ്റർ കട്ടായി പോകും, ഓം മീറ്റർ. ഓക്കെ, 1.6 into 10 raised to minus 8 ഓം മീറ്റർ ആണ് resistivity. Okay, which is asked, resistivity or the specific resistance. So നിങ്ങൾ ചെയ്യുമ്പോൾ യൂണിറ്റ് എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഉള്ള യൂണിറ്റ് ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്താൽ മതി, ജസ്റ്റ് ഡയമെൻഷണൽ ബാലൻസിങ് നോക്കിയാൽ മതി. സോ സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ പെട്ടെന്ന് ഓർമ്മ ഒന്നില്ലെങ്കിൽ ആറിന്റെ അറിയാം, അതായത് റെസിസ്റ്റൻസ് ഓമാന്നറിയാം, ഏരിയ മീറ്റർ സ്ക്വയർ ആണെന്നറിയാം, ലെങ്ത് മീറ്റർ ആണെന്നറിയാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡയമെൻഷണൽ ബാലൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് you can determine the unit of the required quantity. Okay, so അത് ശ്രദ്ധിക്കുക. ക്വസ്റ്റനിൽ ചിലപ്പോൾ യൂണിറ്റ് മാറി കൊടുത്തിട്ടുണ്ടാവും, സെയിം നമ്പർ 1.6 into 10 raised to ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്ന്നോ അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് മീറ്ററിനോ കൊടുത്തിട്ടുണ്ടാവും, ഇതും ഉണ്ടാവാം. സോ ഈ ക്വസ്റ്റനിൽ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് 1.6 into 10 raised to minus 8 ഓം മീറ്റർ തന്നെയാണ് കൊടുത്തത്, പക്ഷെ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, സോ ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യാം. ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A copper wire of resistance R stretched till its length is increased n time of its original length, its resistance will be. Okay, so ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് പല ഇതിലും, ഇൻ ടേംസ് ഓഫ് ന്യൂമറിക്കൽസ് പല ഇതിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ആറാണ് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ആർ ഈക്വൽ ടു എന്താ? റോ എൽ ബൈ എ. ഇനി അതിനെ സ്ട്രെച്ച് ചെയ്തു, ദ മെറ്റീരിയൽ ഇസ് സ്ട്രെച്ച്ഡ്. അപ്പോഴത്തെ റെസിസ്റ്റൻസ് എന്താണ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. മെറ്റീരിയൽ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ആർ ഡാഷ്, ഓക്കെ, എൽ ഡാഷ് എന്താവും? സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് എൽ ഡാഷ് ബിക്കെയിം 2 times എൽ. ഒറിജിനൽ ലെങ്ത്, സോറി 2 അല്ല, n times എൽ. ഒറിജിനൽ ലെങ്ത്തിന്റെ n times ആയിട്ട് അതിനെ സ്ട്രെച്ച് ചെയ്തു. ഓക്കെ, സോ റോ ഇൻറ്റു റോ വിൽ നോട്ട് ചേഞ്ച് ബിക്കോസ് ഫോർ എ സ്പെസിഫിക് മെറ്റീരിയൽ റെസിസ്റ്റിവിറ്റി ഈസ് കോൺസ്റ്റന്റ്. സോ ആർ ഇൻറ്റു ആർ ഡാഷ് ഇസ് ഇക്വൽ ടു റോ ഇൻറ്റു n times എൽ ആണ് എൽ ഡാഷ്. ഓക്കെ, n times എൽ ആണ് എൽ ഡാഷ് ആൻഡ് ഡിവൈഡഡ് ബൈ എ ഡാഷ്. എ ഡാഷിന് എന്താണ് സംഭവിക്കുക? നമ്മൾ പറഞ്ഞു ഈ മെറ്റീരിയലിനെ സ്ട്രെച്ച് ചെയ്യുക ചെയ്തിരിക്കണേ, വിച്ച് മീൻസ് ദ വോളിയം ഇസ് കോൺസ്റ്റന്റ്. ഓക്കെ, വോളിയം കോൺസ്റ്റന്റ് ആണ്, വോളിയം ഇസ് കോൺസ്റ്റന്റ്. വോളിയം എന്താണ്? ഏരിയ ഇൻറ്റു ലെങ്ത് അല്ലെ, ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ലെങ്ത് എൽ ആണ് വോളിയം. So here they are told that the length has become n times. Then the new area A dash will be എന്താ? New area into length constant ആണ്. അപ്പോൾ new area has to be A by n. Then only the volume will remain constant. അപ്പോൾ സ്ട്രെച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ വോളിയത്തിൽ ചേഞ്ച് ഒന്നുമില്ല. സോ ക്വസ്റ്റനിൽ ശ്രദ്ധിക്കുന്നത് വോളിയത്തിൽ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ what happens എന്നാണ്. ഏരിയക്ക് എന്ത് പറ്റും? A dash is
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? A dash is equal to A by the original cross sectional area divided by n, right? So A by n. Just to simplify ചെയ്താ you will get the answer as n square rho L by A. Okay, n square rho L by A. Here what is rho L by A? Rho L by A എന്താണ്? It is the original resistance. അതായത് previous stretching മുന്നത്തെ resistance എന്താണ്? That is R is equal to rho L by A. So you'll get the equation for new resistance as R dash is equal to n square into R. Okay, you'll get the equation as n square into R. അപ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടാവുക ഒരു ഒരു മെറ്റീരിയലിന് ഒരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഒരു വയറിന്, ദാറ്റ് ഹാസ് ബീൻ സ്ട്രെച്ച്ഡ് അല്ലെങ്കിൽ ദാറ്റ് ഹാസ് ബീൻ മോൾട്ടൺ. അങ്ങനെ വോളിയം കോൺസ്റ്റന്റ് ആണോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ലെങ്ത് മാറുന്നതിനനുസരിച്ച് ഏരിയയും കറസ്പോണ്ടിംഗ്ലി മാറും. ലെങ്ത് 2 ടൈംസ് ആയാൽ ഏരിയ 1/2 ടൈംസ് ആവും. Okay, so then the new resistance will be n square into original resistance. Okay, volume constant ആണെങ്കിൽ ലെങ്ത് മാറുന്നതനുസരിച്ച് ഏരിയ മാറും. സോ ആ മാറുന്ന ഫാക്ടർ സ്ക്വയർ ഇൻറ്റു ഒറിജിനൽ റെസിസ്റ്റൻസ് ആയിരിക്കും ന്യൂ റെസിസ്റ്റൻസ്. ഓക്കെ, സോ വിൽ സി അനദർ ക്വസ്റ്റ്യൻ. നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റിന്റെ ആപ്ലിക്കേഷൻ ആണ് ഈ പ്രോബ്ലത്തിൽ. റോൾ ഓഫ് കോപ്പർ വയർ ഓഫ് ലെങ്ത് 1 kilometer has a resistance of 5 ohm. If the copper wire is stretched 5 times its original length, the new resistance will be, okay, ഒന്ന് നോക്കണ്ട, you know the formula അല്ലേ? R dash is equal to എന്താ? n square R. Original resistance is എത്രയാണ്? 5 ohm. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താ? 5 ohm ആണ്. Then n എത്ര ടൈംസ് ആണ് ലെങ്ത് കൂടിയ? 5 ടൈംസ് ആണ്. So area will decrease by 1/5 times. അപ്പോൾ net 5 square into 5. n square, n is 5 here. So n was 5, R was 5 ohm. So new resistance is n square into 5. That is 25 into 5, 125 ohm. Okay, ഈ ഓപ്ഷനിൽ നോക്കിയാൽ അറിയാം. ഫസ്റ്റ് 25, സെക്കൻഡ് B is 5 and C is 125, D is 1. So answer is 125 ohm. So that's all in today's session. We'll see you in the next session with some set of problems. Thank you.